ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ എന്താണ് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? 10 of Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? 4 of Pentacles. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? 8 of Cups. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? Page of Pentacles. നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? 5 of Swords. ഹിഡൻ ഫാക്ടറിൽ എന്താണ് നിങ്ങൾക്ക്? 9 of Pentacles. നിങ്ങളുടെ ഓവറോൾ എനർജി, സ്ട്രെങ്ത്, നിങ്ങളുടെ ഔട്ട്കം, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ ഞാൻ കാണുന്നത് സ്ട്രെങ്ത്, ലിയോ എനർജി. ഇതൊരു കുറേ സ്ട്രോങ് ആവണ എനർജിയാണ്, കുറേ ബോൾഡ് ഡിസിഷൻസ് എടുക്കണ എനർജിയാണ്, ബോൾഡ് ആക്ഷൻസ് എടുക്കണ എനർജിയാണ്. ഇത് കുറേ പേഷ്യൻസ് വെക്കണ എനർജിയുമാണ്. എന്തെങ്കിലും ഒരു ഡിഫിക്കൾട്ട് സമയം ഈ സമയത്ത് ജൂണിൽ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നിങ്ങളോട് സ്ട്രോങ് ആവാനാണ് പറയണത് ഈ മെസ്സേജ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാണുന്നത്? ഓരൽസ് നിങ്ങളൊരു ലിയോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടും സ്ട്രെങ്ത് കാർഡ് വരാം. ടവർ. അപ്പോൾ എന്തോ ഒരു ഷോക്കിംഗ് ടേൺ ഓഫ് ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് ജൂണിൽ, ഓരൽസ് ഓൾറെഡി ഉണ്ടായിരിക്കുന്നു. ആൻഡ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് കുറച്ച് സ്ട്രോങ് ആവാൻ പറയണത്, കുറേ പേഷ്യൻസ് വയ്ക്കാൻ പറയണത്. ഈ ടവർ സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു റൂമർ ഇല്ലാച്ച എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്, എന്തോ റിവീൽ ആവാൻ പോകുന്നുണ്ട്. ആൻഡ് ആ റെവലേഷൻ കുറച്ചൊരു ഷോക്കിംഗ് ആവും. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 10 of Wands ആണ്. അപ്പോൾ ചിലവർക്ക് ഇത് ഓൾറെഡി ആയിരിക്കുന്നു. നിങ്ങളുടെ പാസ്റ്റ് മന്തിലോ അതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഷോക്കിംഗ് ഇൻഫർമേഷൻ റിവീലായി. ഈ ഇൻഫർമേഷൻ റിവീലായപ്പോൾ എന്തോ നിങ്ങളുടെ ഒരു ബാഗേജും നിങ്ങൾ റിലീസ് ചെയ്തു. എന്നുവെച്ചാൽ ഈ ഇൻഫർമേഷൻ കുറേ ഒരു ബേർഡൻ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ എന്തോ ഡൗട്ട്സോ ഫിയേഴ്സോ എന്തോ ഒരു കാര്യം റിലീസായി, പറഞ്ഞ ഒരു ബാഗേജ് റിലീസ് ആവണ മാതിരി. 10 of Wands ഇവിടെ എന്തോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ. ആൻഡ് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ പുറത്ത് വന്നപ്പോൾ ഈ ഇൻഫർമേഷൻ പുറത്ത് വരുമ്പോൾ ആ റിലീസ് ഓഫ് ബാഗേജ്, ആ റിലീസ് ഓഫ് ഒരു എക്സ്പെക്റ്റേഷൻ, അതാണ് ഞാനിവിടെ കാണുന്നത്. പേജ് ഓഫ് Wands. നിങ്ങളൊരു പുതിയ ഡിറക്ഷനിലേക്കാണ് പോകാൻ നോക്കണേ. ജൂൺ മാസത്തിൽ നിങ്ങൾ കുറച്ചൊരു വിഡ്രോൺ എനർജിയിലാണ്, നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. ഇത് ഫിനാൻഷ്യലി ഓൾസോ നിങ്ങൾ കുറേ സേവിങ് മോഡിലാണ്. മേ ബി മണി വൈസ്, ഫിനാൻസ് വൈസും കുറച്ച് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് കാര്യം ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ മേ ബി അതുകൊണ്ടും നിങ്ങൾ കുറേ സേവ് ചെയ്യാനാണ് നോക്കണത്. ഇപ്പോൾ ടെമ്പറൻസ്, ബാലൻസിൻ്റെ എനർജിയാണ്, സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹീലിംഗ് കൊണ്ടുവരുന്നുണ്ട്, കുറേ ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഫ്യൂച്ചറിൽ ജൂൺ വിടുമ്പോൾ നിങ്ങൾ എന്തോ ഒരു എനർജീന്ന് ഡിസ്കണക്റ്റ് ആണ് ചെയ്യണത്. ഇമോഷണലി നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യണു, ഡിസ്കണക്ട് ചെയ്യണു, വാക്ക് അവേ ചെയ്യണു. അപ്പോൾ എന്തോ ഇവിടെ ഒരു ബ്രേക്കപ്പും ഞാൻ കാണുന്നുണ്ട്. 8 of Cups ഇവിടെ എന്താണ്? 3 of Pentacles. അപ്പോൾ ഒരു ജോബിനായിരിക്കും നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഇല്ലാച്ചാ ഒരു പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതിനും ചിലപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ജൂൺ മാസം കുറച്ചൊരു എക്സ്പ്ലോസീവ് മന്ത് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇതൊരു ചാലഞ്ച് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ചാലഞ്ചായിട്ട് ഇവിടെ വരണേ? എന്നുവെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ടാണ് പോവാൻ യൂണിവേഴ്സ് ആ ഡയറക്ഷനിലാണ് പുഷ് ചെയ്യണത്, ഒരു ന്യൂ ഡയറക്ഷനിൽ. പക്ഷെ നിങ്ങൾക്ക് മേ ബി ഒരു ബ്ലോക്കാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. നിങ്ങൾ റെഡിയായി ഫീൽ ചെയ്യണില്ല. മേ ബി ഇമോഷണലി നിങ്ങൾ റെഡി അല്ല മൂവ് ഓൺ ചെയ്യാൻ.
ഫൈവ് ഓഫ് സോർഡ്സ് ഇവിടെ അഡ്വൈസ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് കുറെ ആൾക്കാരെ നിങ്ങളെ താഴ്ത്താൻ നോക്കുന്നുണ്ട്. ഇത് കലീഗ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം. ജെലസ് എനർജീസ് കുറെ ഉണ്ട്, നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക, സൂക്ഷിക്കുക. എന്നുവെച്ചാൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആവില്ല. ചിലവർ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി ആണ് അയക്കണത്. അപ്പോൾ ഒരു പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യുക. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് വെച്ചാൽ വാക്ക് അവേ ചെയ്യുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആയിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ 6 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ചിലവര് കുറെ ജെലസ് ആണ്. അത് നിങ്ങൾക്ക് ആണ് കൂടുതൽ അറ്റൻഷൻ കിട്ടണേ ജോലിയിൽ. ബോസ് നിങ്ങളുടെ എപ്പോഴും വർക്കിനെ പ്രേസ് ചെയ്യണ്ട വെച്ചാൽ അവിടെ ഒരു ജെലസി ഉണ്ടാവും. പിന്നെ മറ്റു കാര്യങ്ങളും കുറെ അവർ ജെലസ് ആയിട്ട് ഗോസിപ്പ് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ യുനോ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ കുറെ ഒരു നെഗറ്റിവിറ്റി ആണ് ഞാൻ കാണുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ് ഇവിടെയാണ് ഹിഡൻ ഫാക്ടർ. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്, കുറെ അബണ്ടൻസിൻ്റെ എനർജിയാണ്, സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇപ്പോൾ സിംഗിളായി ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. ഓറെൽസ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആൻഡ് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ യുനോ ഇപ്പോൾ സീരിയസ്ലി മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഗോൾസിനെയൊക്കെ അച്ചീവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഗോൾസിനെ നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നുണ്ട്. കുറേ അംബിഷ്യസ് എനർജിയാണ് കിങ് ഓഫ് വോൺസ്. ഔട്ട്കം നിങ്ങൾക്ക് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഒരു ഓഫറാണ്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്, അബണ്ടൻസിൻ്റെ ഓഫർ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 5 ഓഫ് കപ്സ് ഇവിടെ ഒരു ലോസിൻ്റെ എനർജി ഞാൻ കാണുന്നു. ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജി ഞാൻ കാണുന്നു. നിങ്ങൾ എന്തോ മിസ്സായി പോയിന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ഇത് ആക്ച്വലി ഡെസ്റ്റിനിയാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ആ ബിഗിനിങ് ഒരു ബാലൻസ്ഡ് ബിഗിനിങ് ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അറിയില്ല, മനസ്സിലാവില്ല നിങ്ങൾക്ക്. എന്നുവെച്ചാൽ നിങ്ങളിപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ് ആലോചിച്ച് അതിനെ നിങ്ങൾ ആ ലോസിനെയാണ് നിങ്ങൾ ഓർക്കണേ. പക്ഷെ നിങ്ങൾക്ക് വരാൻ പോണ സമയം കുറെ പോസിറ്റീവാണ്, സ്റ്റേബിൾ ആണ് ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ എന്താ മെസ്സേജസ് ഓറക്കിളുടെ? A win-win outcome is forecast. Full moon in Libra. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു വിൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഒന്നും പേടിക്കാനില്ല സാജിറ്റേറിയസ്. എന്താവണമെന്ന് വെച്ചാൽ ഫ്ലോയിൽ പോവുക. ആൻഡ് വരാൻ പോവാണ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ട് റീഡിങ് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. വേഗം ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സെഷൻസേ ഞാൻ ചെയ്യാറുള്ളൂ എല്ലാ മാസം. അപ്പോൾ അത്ര സ്ലോട്ട്സ് ഇപ്പോൾ ഇല്ല ബാക്കി. അപ്പോൾ വേഗം ബുക്കിംഗ് ചെയ്യുക. ആൻഡ് കോൺടാക്ട് ചെയ്യണം തന്നെ എൻ്റെ ഇമെയിലും വെബ്സൈറ്റൊക്കെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യുക അത്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.